എല്ലാവർക്കും ആത്മനമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 18. ഈ ഒരു ദശകത്തിൽ പൃഥുചരിതമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്തിൽ പൃഥു മഹാരാജാവിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ പിതാവായ വേനൻ, ആ വേനൻ്റെ ദുഷ്പ്രവൃത്തികളാൽ മഹർഷിമാരുടെ ശാപമേറ്റ് അഗ്നിയിൽ ദഹിച്ചു പോയതും, അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹത്തിൻ്റെ മാതാവ് എണ്ണത്തോണിയിൽ സൂക്ഷിച്ചതും, പിന്നീട് ഇതുപോലെയുള്ള ദുഷ്ടന്മാരുടെ ദുഷ്പ്രവൃത്തികൾ പെരുകി വന്നപ്പോൾ ഈ മഹർഷിമാർ അദ്ദേഹത്തിൻ്റെ അമ്മയെ കണ്ട് അദ്ദേഹത്തിൻ്റെ തുടയിൽ നിന്നും ആസുരികമായ വംശത്തിൻ്റെ, കാട്ടാള വംശത്തിൻ്റെ ഒരു പിറവി അങ്ങനെ ഉണ്ടാക്കിയിട്ട് നിഷാദ രൂപത്തെ സൃഷ്ടിച്ച് ആ കൽമഷത്തെ കളഞ്ഞിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ എണ്ണത്തോണിയിൽ സൂക്ഷിച്ച വേനൻ്റെ ശരീരത്തിൻ്റെ കൈത്തണ്ടയിൽ നിന്ന് പൃഥു മഹാരാജാവ് ജനിച്ചു എന്ന് നമ്മൾ കണ്ടു. അദ്ദേഹം ജനിച്ചു കഴിഞ്ഞപ്പോൾ താപസന്മാർ ഉപദേശിച്ചതനുസരിച്ച്, അതായത് പൃഥുവിൻ്റെ ഭാവി താപസന്മാർ പ്രവചിച്ചതനുസരിച്ച് സൂതാദികൾ എന്ന് വെച്ചാൽ വാഴ്ത്തിപ്പാടുന്നവരാണ് സൂതാദികളെ. ഈ സൂതാദികൾ ഭാവിയിൽ പൃഥു ശ്രേഷ്ഠനായ ഒരു ചക്രവർത്തിയായി മാറുമെന്നൊക്കെ മഹാപരാക്രമശാലിയാകുമെന്നൊക്കെ പാടി പുകഴ്ത്തുകയും ചെയ്തു. അങ്ങനെ പൃഥു മഹാരാജാവ്, ആ കുഞ്ഞ് വളർന്നു വലുതായി രാജാവായി തീർന്നു. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഭൂമി ആകെ വരണ്ടു ഉണങ്ങിയിരിക്കുന്നു. ഭൂമിയിൽ കൃഷി ചെയ്ത് ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ വന്നു. ഭൂമിയുടെ ഫലഭൂയിഷ്ഠത പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇത് കണ്ട് കോപിഷ്ഠനായ ജനങ്ങളൊക്കെ വലയാണ്. ഇത് കണ്ട് കോപിഷ്ഠനായ പൃഥു മഹാരാജാവ് ഭൂമിയിലേക്ക് ഒരു അസ്ത്രത്തെ അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഭൂമിദേവി പൃഥുവിനോട് പറയാണ്, അങ്ങ് തന്നെയല്ലേ ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടത്, അങ്ങ് ഇപ്പോൾ ഭൂമിയുടെ ചക്രവർത്തിയാണ്, അങ്ങാണ് ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടത്, എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ഭൂമിയിലേക്ക് അസ്ത്രത്തെ അയക്കുന്നത്, ദ്രോഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പൃഥു മഹാരാജാവ് പറയുകയാണ്, എന്തുകൊണ്ടാണ് ഭൂമി അതിൻ്റെ ഫലഭൂയിഷ്ഠതയെ മുഴുവൻ പിൻവലിച്ചത്? ജനങ്ങൾ മുഴുവൻ ഇവിടെ നരകിച്ച് ജീവിക്കുകയാണ് ഭക്ഷണ സാധനങ്ങൾ കിട്ടാതെ എന്ന് പൃഥു പറഞ്ഞപ്പോൾ ഭൂമിദേവി പറയാണ്, അങ്ങയുടെ പിതാവായ വേനന്റെ ദുഷ്പ്രവർത്തികളാൽ അദ്ദേഹം ഒരു ദൂർത്തടിച്ചുകൊണ്ട് ഭൂമിയുടെ സമ്പത്തിനെ ആവശ്യത്തിലധികം ചെലവഴിച്ചുകൊണ്ട് നശിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഭൂമി അതിൻ്റെ സമ്പത്തിനെ സ്വയം ഉള്ളിലേക്ക് പിൻവലിച്ചതാണ് എന്ന് ഭൂമിദേവി പറഞ്ഞു. അങ്ങനെ പൃഥു മഹാരാജാവിൻ്റെ ആവശ്യാനുസരണം ദേവി ഭൂമിയുടെ ആ മുഴുവൻ ഫലഭൂയിഷ്ഠതയെയും തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭൂമിയിൽ കൃഷി നന്നായി വന്നു. ജനങ്ങളെല്ലാം ആ സമൃദ്ധിയെ അനുഭവിച്ചു. ഭക്ഷണ സാധനങ്ങളൊക്കെ ജനങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനും സാധിച്ചു എന്നുള്ളതാണ് പൃഥുവിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയായിട്ട് എടുത്തു പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി 6ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. ഭൂയസ്താം നിജകുല മുഖ്യ വത്സയുക്തൈർ ദേവാദൈ സമുചിത ചാരുഭാജനേഷു അന്നാദീന്യഭിലഷിതാനി താനി താനി സ്വച്ഛന്ദം സുരഭിതനോ മധുദുഹസ്ത്വം. ഭൂയഃ താം നിജകുല മുഖ്യ വത്സയുക്തൈഃ ദേവാദ്യൈഃ സമുചിത ചാരുഭാജനേഷു അന്നാദീനി അഭിലഷിതാനി താനി താനി സ്വച്ഛന്ദം സുരഭിതനോ അദൂദുഹഃ ത്വം. ഭൂയഃ ത്വം, പിന്നീട് ഭഗവാനെ അങ്ങ് നിജകുല മുഖ്യ, അതാത് കുലത്തിൻ്റെ മുഖ്യന്മാരെ, വത്സയുക്തൈഹി, അതായത് ചെറിയ പൈക്കിടാങ്ങളാക്കി നിർത്തിയിട്ട്, ദേവാദൈഹി, മുഴുവൻ ദേവന്മാർ, അതായത് ദേവന്മാർ തുടങ്ങിയ എല്ലാവർക്കും, സമുചിത ചാരുഭാജനേഷു, യോജിച്ച ദേവന്മാർക്ക് യോജിച്ച വിശിഷ്ട പാത്രങ്ങളിൽ,
അഭിലഷിതാനി ഇഷ്ടമുള്ള, അവർക്കിഷ്ടമുള്ള, അതാത് താനി താനി എന്ന് വെച്ചാൽ അതാത്, അന്നാദീനി ആഹാര വസ്തുക്കൾ തുടങ്ങിയവ, സുരഭിതനും പശുരൂപിണിയായ താം സ്വച്ഛന്തം ആ ഭൂമിദേവിയിൽ നിന്ന് താം സ്വച്ഛന്തം യഥേഷ്ടം കറന്നെടുക്കുവാൻ, അധൂതുഹ കറന്നെടുക്കുവാൻ സൗകര്യമുണ്ടാക്കി എന്നർത്ഥം. അതായത് പൃഥുമഹാരാജാവിന്റെ ആവശ്യം ജനങ്ങൾക്ക് ജീവിക്കണം, അതിന് ഭൂമി ഫലഭൂയിഷ്ടമാവണം, ഭൂമിയുടെ സമ്പത്ത് തിരിച്ചു കൊണ്ടുവരണം എന്ന് പൃഥുവിന്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് ഭൂമിദേവി ഒരു പശുരൂപിണിയായി, അതായത് ഒരു അമ്മ പശുവായിട്ട് നിന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് അതാത് കുലത്തിന്റെ മുഖ്യന്മാരായിട്ടുള്ള ആളുകളാണല്ലോ, ഓരോ കുലത്തിന്റെയും മുഖ്യന്മാരാണ് ആ കുലത്തിന് വേണ്ടതെല്ലാം തയ്യാറാക്കി, ആവശ്യം വേണ്ടതെല്ലാം തയ്യാറാക്കുന്നത്. അപ്പോൾ ഭൂമിദേവി ഒരു അമ്മ പശുവായിട്ട് നിന്നു. എന്നിട്ട് എല്ലാ കുലത്തിന്റെ മുഖ്യന്മാരെയും പശുക്കിടാങ്ങളായിട്ട് നിന്നു. പശുക്കിടാങ്ങളാണ് അമ്മ പശുവിൽ നിന്നും കറന്ന് പാല് കുടിക്കുന്നത്, വലിച്ചു കുടിക്കുന്നത്. അപ്പൊ കുലമുഖ്യന്മാരെല്ലാം ഒരു പശുക്കിടാങ്ങളായിട്ട് നിന്നു, ഭൂമിദേവി അമ്മ പശുവായിട്ട് നിന്നു. എന്നിട്ട് ദേവന്മാരെ എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ട വിശിഷ്ടമായ പാത്രങ്ങളിൽ ദേവന്മാർക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതാത് ആഹാര വസ്തുക്കൾ കറന്നെടുത്തോളാൻ, ഈ പൈക്കിടാങ്ങളോട് കറന്നെടുത്തോളാനായിട്ട് ആവശ്യപ്പെട്ടു എന്ന്. അപ്പൊ ഭൂമിദേവി അമ്മ പശുവായി നിന്നു. അതായത് നമ്മൾ ഓരോരോ ദേവന്മാർക്ക് യഥേഷ്ടം അവരെ തൃപ്തിപ്പെടുത്തി അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാര വസ്തുക്കൾ അവർക്ക് നൽകി നമ്മൾ അവരെ ആരാധിക്കുമ്പോഴാണ് ആ ദേവന്മാർ സംപ്രീതരാവുകയും ധാരാളമായി അത് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ ഇന്ദ്രനെ സംതൃപ്തിപ്പെടുത്തുമ്പോഴാണ് മഴ ധാരാളമായിട്ടുണ്ടാകുന്നത്. അതുപോലെ അഗ്നി, ഭൂമി, ജലം, വായു ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ദേവന്മാരുണ്ട്. ഈ ദേവന്മാരെ സ്മരിക്കുക, ഈ ദേവന്മാരോട് കൃതജ്ഞതയുള്ളവരായിരിക്കുക. അവരുടെ അനുഗ്രഹത്താൽ അവർ നൽകുന്നത് കൊണ്ടാണ് ഈ മഴയും വെയിലും വായുവും അഗ്നിയും എല്ലാം ഭൂമിയൊക്കെ ഇങ്ങനെ അവർ നൽകുന്നത് കൊണ്ടാണ് മനുഷ്യർ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നത്, സമൃദ്ധിയോടുകൂടി ജീവിച്ചു പോകുന്നത്. അപ്പൊ അതിനെയൊക്കെ എല്ലാ പഞ്ചഭൂതങ്ങളെയും ഭൂമിയിൽ ആവശ്യമായ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന അതാത് ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ട വിശിഷ്ടമായ പാത്രങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ എന്തൊക്കെയാണോ, പദാർത്ഥങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഭൂമിദേവിയിൽ നിന്നും കറന്നെടുത്തുകൊള്ളാൻ പശുക്കിടാവിനോട് പറഞ്ഞു, പശുക്കിടാങ്ങളായിട്ട് കുലമുഖ്യന്മാരോട് പറഞ്ഞു. കാരണം കുലമുഖ്യന്മാരാണ് യാഗങ്ങളും ഹോമങ്ങളും നടത്തിയിട്ട് അതാത് കുലത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ട എല്ലാം, കുലം നശിച്ചു പോവാതിരിക്കാൻ കുലത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടതെല്ലാം യാഗങ്ങളും ഹോമങ്ങളും നടത്തി ദേവന്മാരിൽ നിന്നും സ്വീകരിക്കുന്നത് കുലമുഖ്യന്മാരാണ്. അപ്പൊ കുലമുഖ്യന്മാർ പശുക്കിടാങ്ങളും ഭൂമിദേവി അമ്മ പശുവായി നിന്നു. അതാത് കുലത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടത് ദേവന്മാർക്ക് നൽകാനായിട്ട് അമ്മയായ ഭൂമിദേവിയിൽ നിന്നും ആ അമ്മ പശുവിൽ നിന്നും കറന്നെടുത്തോളാൻ ഭൂമിദേവി ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ഈ ഭൂമിയിലെ എല്ലാ വംശത്തിൽപ്പെട്ട ജനങ്ങൾക്കും വേണ്ടതെല്ലാം ഭൂമി സമൃദ്ധിയോടുകൂടി നൽകുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദൂർത്തടിച്ചതുപോലെ ഭൂമിയെ ഉപയോഗിച്ചപ്പോഴാണ് ഭൂമിദേവി അതിന്റെ സമ്പത്തിനെ പിൻവലിച്ചത്, ഉള്ളിലേക്ക് വലിച്ചത്. അപ്പൊ അതുകൊണ്ട് ഭൂമിയുടെ സമ്പത്ത് നിലനിൽക്കണം. അത് നിലനിൽക്കണമെങ്കിൽ ഭൂമിയിലെ സമ്പത്തിനെ ചൂഷണം ചെയ്യാതെ ആവശ്യത്തിന് മാത്രം, അത് ജലം, വായു, അഗ്നി എന്ത് തന്നെയാണെങ്കിലും, പച്ചക്കറികൾ എന്ത് തന്നെയാണെങ്കിലും ആവശ്യത്തിന് മാത്രം ദൂർത്തടിക്കാതെ ഉപയോഗിച്ചാൽ ഭൂമി അതിന്റെ സമ്പത്തിനെ എന്നും നിലനിർത്തി തരും, സമൃദ്ധിയോടുകൂടി നമുക്ക് തരും എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ധർമ്മിഷ്ഠനായ ഉചിതനായ ഒരു ഭരണാധിപൻ ഉണ്ടായാൽ ഭൂമി സർവാഭിഷ്ടപ്രദയാകുമെന്ന് അങ്ങനെ പൃഥുചരിതം തെളിയിക്കുന്നു. ശ്ലോകം 7. ആത്മാനം യജതി മഖൈസ്ത്വയി ത്രിധാമൻ ആരബ്ധേ ശതതമവാചി മേധയാഗേ സ്പർദ്ധാലോ ശതമക ഏത്യനീജവേഷോ ഹൃത്വാശ്വം തവ തനയാത് പരാജിതോ ഭൂത്. ആത്മാനം യജതി മഖൈഹി ത്വയി ത്രിധാമൻ ആരബ്ധേ ശതതമ വാജി മേധയാഗേ സ്പർദ്ധാലുഃ ശതമഖ ഏത്യ നീചവേഷഃ ഹൃത്വാ അശ്വം
തവ തനയാത് പരാജിതഃ അഭൂത്. ഹേ ത്രിധാമൻ, മൂന്ന് ലോകങ്ങളിലും നിറഞ്ഞു വിളങ്ങുന്ന അല്ലയോ ഭഗവാനെ, ത്വയി മഖൈഹി, നിന്തിരുവടി യാഗങ്ങളെ കൊണ്ട്, അതായത് അങ്ങ് തന്നെ ചെയ്യുന്ന യാഗങ്ങളെ കൊണ്ട്, ആത്മാനം തന്നെ തന്നെ യജതി സതി, യജിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകങ്ങളിലും നിറഞ്ഞു വിളങ്ങുന്ന അല്ലയോ ഭഗവാനെ, അങ്ങ് തന്നെയാണ് പൃഥുവായി ജനിച്ചത്. അപ്പോൾ പൃഥു മഹാരാജാവ് നിരവധി യാഗങ്ങൾ, അശ്വമേധ യാഗങ്ങൾ നടത്തി. അതാണ് അങ്ങ് തന്നെ, ഭഗവാൻ തന്നെയാണല്ലോ പൃഥുവായി ജനിച്ചത്. അപ്പൊ അങ്ങ് തന്നെ നിരവധി യാഗങ്ങളെ നടത്തി തന്നെ തന്നെ യജിക്കുന്നു, അങ്ങ് അങ്ങയെ തന്നെ പൂജിക്കുന്നു. യജിക്കുക എന്ന് വെച്ചാൽ അശ്വമേധ യാഗങ്ങൾ നടത്തി ഭഗവാനെ തന്നെ പൂജിക്കുകയാണ്. പൃഥു മഹാരാജാവ് അശ്വമേധ യാഗങ്ങൾ നടത്തിയപ്പോൾ പൃഥുവായി ജനിച്ച ഭഗവാനെ തന്നെയാണ് അതിലൂടെ പൂജിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങ് തന്നെ യാഗങ്ങൾ കൊണ്ട് അങ്ങയെ തന്നെ പൂജിക്കുന്ന കാലത്ത് ശതതമ ഭാജി മേധയാഗേ എന്ന് വെച്ചാൽ 100ാമത്തെ അശ്വമേധയാഗം അങ്ങ് നടത്താൻ ആരംഭിച്ചപ്പോൾ സ്പർദ്ധാലുഹു, അസൂയാലുവായ ശതമകഃ, അതായത് 100 അശ്വമേധയാഗം ഇതിനു മുൻപ് നടത്തിയ, ശതമക എന്നാൽ 100 അശ്വമേധയാഗം നടത്തിയ ആ ഇന്ദ്രൻ നീചവേഷഃ, ഒരു നീച പാഖണ്ഡ വേഷം കൈക്കൊണ്ടുവന്നു. നീചവേഷഃ ഏത്യ, ഒരു നീചനായ പാഖണ്ഡവേഷം കൈകൊണ്ടുവന്ന് അശ്വം ഹൃത്വ, ആ കുതിരകളെ, യാഗത്തിനായി വെച്ച കുതിരകളെ കവർന്നു. എന്നിട്ട് കവർന്നു കൊണ്ടുപോയപ്പോൾ തവ തനയാത്, ഭഗവാനെ അങ്ങ് തന്നെയായ പൃഥു മഹാരാജാവിന്റെ പുത്രനാൽ പരാജിതഃ അഭൂത്, പുത്രനാൽ തോൽപ്പിക്കപ്പെട്ടവനായി തീരുകയും ചെയ്തു ആ ഇന്ദ്രദേവൻ എന്നർത്ഥം. അപ്പോ ഭഗവാനെ അങ്ങ് മൂന്ന് ലോകങ്ങളിലും നിറഞ്ഞു വിളങ്ങുന്ന സർവേശ്വരനായ അങ്ങ് പൃഥുവായി ജനിച്ച് നിരവധി യാഗങ്ങൾ നടത്തി അങ്ങയെ തന്നെ പൂജിക്കുന്ന കാലം. അപ്പോ നിരവധി അശ്വമേധ യാഗങ്ങൾ നടത്തി. അങ്ങനെ 100ാമത്തെ അശ്വമേധയാഗം കൂടി പൃഥുരാജാവ് നടത്താൻ തുടങ്ങിയപ്പോൾ അസൂയാലുവായ ഇന്ദ്രൻ, കാരണം ഇതിനു മുൻപ് 100 അശ്വമേധയാഗം നടത്തിയത് ഇന്ദ്രദേവനാണ്. അപ്പൊ അതിൽ അസൂയാലുവായ ഇന്ദ്രൻ ഒരു കപടവേഷം ധരിച്ച്, ഒരു നീച വേഷം ധരിച്ചു വന്ന് യാഗത്തിനായി നിരത്തിയിരിക്കുന്ന കുതിരകളെ അവിടെ നിന്ന് കവർന്നെടുത്തു കൊണ്ടുപോയി. ആ കുതിരകളെ അന്വേഷിച്ച് അതിന്റെ പിന്നാലെ പോയ പൃഥുവിന്റെ പുത്രൻ പിന്നീട് ഇന്ദ്രനെ പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നർത്ഥം. ഭഗവാൻ, അതായത് പൃഥു മഹാരാജാവ് ലോകസംഗ്രഹമാണ് ഈ യാഗങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകസംഗ്രഹമാണ് ഈ യാഗങ്ങൾ നടത്തുന്നത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്ദ്രൻ അത് തന്റെ സ്ഥാനം അപഹരിക്കാനാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. 100 അശ്വമേധയാഗം നടത്തി തനിക്ക് കിട്ടിയ ആ സ്ഥാനം പൃഥു തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാഗങ്ങൾ നടത്തുന്നത് എന്ന് ഇന്ദ്രദേവൻ തെറ്റിദ്ധരിച്ചു. അങ്ങനെയാണ് ഇന്ദ്രദേവൻ വന്ന് നീചവേഷത്തിൽ വന്ന് കുതിരകളെ, അശ്വങ്ങളെ കവർന്നെടുത്തത്. പിന്നീട് പൃഥുവിന്റെ പുത്രനാൽ ഇന്ദ്രൻ തോൽപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 8. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം വഹ്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷോ രുദ്ധാനേ കമലഭവേ ക്രതോ സമാപ്തോ സാക്ഷാത് ത്വം മധുരിപോ ഐക്ഷതാ സ്വയം സ്വം. ദേവേന്ദ്രം മുഹുഹു ഇതി വാജിനം ഹരന്തം വഹ്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷൗ രുദ്ധാനേ കമലഭവേ ക്രതോഃ സമാപ്തൗ സാക്ഷാത് ത്വം മധുരിപു ഐക്ഷതഃ സ്വയം സ്വം. ഇതി മുഹുഹു, ഇങ്ങനെ കൂടെ കൂടെ, വാജിനം ഹരന്തം, കുതിരകളെ കട്ടുകൊണ്ടുപോകുന്ന, തം ദേവേന്ദ്രം, ആ ദേവേന്ദ്രനെ, മുനിവരമണ്ഡലെ, മഹർഷിമാരെല്ലാം ചേർന്ന്, വഹ്നൗ ജുഹൂഷൗ, അതായത് അവർ നടത്തുന്ന അശ്വമേധയാഗത്തിന്റെ യാഗാഗ്നിയിൽ ഹോമിക്കുവാൻ തീരുമാനമെടുത്തു. ഈ സമയം കമലഭവേ രുദ്ധാനെ, സാക്ഷാൽ ബ്രഹ്മാവ് വന്ന് ആ തീരുമാനത്തെ തടഞ്ഞു. ക്രതോഹോ സമാപ്തൗ, അശ്വമേധയാഗം അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ത്വം സ്വയം, ഭഗവാനെ അങ്ങ് തന്നെ നേരിൽ, സ്വം മധുരിപും, താൻ തന്നെയാകുന്ന മധുരിപു മഹാവിഷ്ണുവിനെ, സാക്ഷാത്
പ്രത്യക്ഷമായി ഐക്ഷതഃ കണ്ടു, നിരീക്ഷിച്ചു എന്നാണ് പറയുന്നത്. അതായത് ദേവേന്ദ്രന് ഈ പൃഥു മഹാരാജാവ് നിരന്തരമായി ഈ അശ്വമേധയാഗം നടത്തുന്നത് കണ്ടപ്പോൾ തൻ്റെ ഇന്ദ്രപദവി പൃഥു കൈക്കലാക്കുമോ എന്ന് ഭയന്നിട്ട് ആ അശ്വമേധയാഗത്തിനായി അഴിച്ചുവിടുന്ന കുതിരകളെ കട്ടുകൊണ്ടുപോവുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ സമയം പൃഥുവിൻ്റെ പുത്രൻ പിന്നാലെ ചെന്ന് ഇന്ദ്രനെ പരാജയപ്പെടുത്തി കുതിരകളെ തിരിച്ചു കൊണ്ടുവരും. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടരെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മഹർഷിമാരെല്ലാവരും കൂടി തീരുമാനിച്ചു, ഇതിങ്ങനെ വിട്ട പറ്റില്ല. അപ്പൊ പൃഥു മഹാരാജാവും ചേർന്ന് തീരുമാനിച്ചു, ദേവേന്ദ്രനെ കൊണ്ടുവന്ന് ഈ യാഗാഗ്നിയിൽ അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഇവരിങ്ങനെ തീരുമാനമെടുത്തപ്പോഴേക്കും ബ്രഹ്മദേവൻ അങ്ങോട്ട് വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇങ്ങനെ തീരുമാനിക്കരുത്. സാക്ഷാൽ ഇന്ദ്രദേവനായി അവതരിച്ചതും ആ ഭഗവാൻ തന്നെയാണ്. പൃഥുവായി അവതരിച്ചതും ഇന്ദ്രനായി അവതരിച്ചതും എല്ലാം ഒരേ ഒരു ഈശ്വരൻ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഈ ഭേദചിന്തയൊക്കെ മാറ്റണം. എല്ലാം ഒന്നാണെന്നും എല്ലാ ദേവന്മാരിലും സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ശക്തി ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിയണമെന്ന് അവരെ ഉപദേശിച്ചു. അങ്ങനെ അവർ ആ യാഗത്തെ അവസാനിപ്പിച്ചു. അതും കൂടി ആയപ്പോൾ പൃഥുവിൻ്റെ മാഹാത്മ്യം ഒന്നും കൂടി ആ ക്ഷമാശീലം കൂടി കണ്ടപ്പോൾ ഭഗവാൻ തന്നെയായ പൃഥു മഹാരാജാവിൻ്റെ മുന്നിൽ ആ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ പൃഥുവിൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി പൃഥുവിന് അങ്ങനെ ദർശനം നൽകി അനുഗ്രഹിച്ചു. ശ്ലോകം 9. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദകഥാഭിദേവാ സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസൻ ഐക്ഷിഷ്ടാസനകമുഖാൻ മുനീൻ പുരസ്താദ്. തദ്ദത്തം വരം ഉപലഭ്യ ഭക്തിം ഏകാം ഗംഗാന്തേ വിഹിതപദഃ കഥാ അഭിദേവ സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസൻ ഐക്ഷിഷ്ടാഃ സനകമുഖാൻ മുനീൻ പുരസ്താത്. ഹേ ദേവാ, അല്ലയോ ഭഗവാനെ, തദ്ദത്തം വിഷ്ണു ഭഗവാനാൽ കൊടുത്ത ഏകാം ഭക്തിയും ആ ഏകമായ ദൃഢഭക്തിയാകുന്ന വരം ഉപലഭ്യ വരം ലഭിച്ചിട്ട് കഥാഭി ഒരിക്കൽ ഗംഗാന്തേ ഗംഗാനദിയുടെ തീരത്ത് വിഹിത പദഃ ഇരുപ്പുറപ്പിച്ച ത്വം അവിടുന്ന്, അതായത് പൃഥു മഹാരാജാവ് സത്രസ്തം മുനിനിവഹം ആ സത്രത്തിൽ പങ്കെടുക്കാൻ വന്നു ചേർന്ന മുനിമാർക്ക് ഹിതാനി ശംസൻ ധർമ്മോപദേശം ചെയ്യുന്ന സമയം പുരസ്താദ് അദ്ദേഹത്തിന്റെ മുന്നിൽ സനകമുഖാൻ സനകാദികളായ മഹർഷിമാർ മുനീൻ ദിവ്യ മഹർഷിമാർ ഐക്ഷിഷ്ടാഹ വന്നു എന്ന് കാണുവാനിടയായി എന്നർത്ഥം. അതായത് മഹാവിഷ്ണു പൃഥുവിന് ദർശനം നൽകി അനുഗ്രഹം കൊടുത്ത അനുഗ്രഹം ഇതായിരുന്നു: പൃഥുവിൻ്റെ ഉള്ളിൽ ദൃഢമായ ഭക്തി, ഏകഭക്തി എന്നാൽ സർവചരാചരങ്ങളുടെയും രൂപത്തിലും ഭാവത്തിലുമുള്ള വ്യത്യാസം മറന്ന് ആ സർവചരാചരങ്ങളെയും ഒരേ ഭാവത്തിൽ എല്ലാവരുടെയും ഉള്ളിൽ ഒരേ സമമായിരിക്കുന്ന ആ ഭഗവാനെ കണ്ടുകൊണ്ട് ഏകഭാവത്തിലുള്ള ഭക്തി, അങ്ങനെ ഒരു ദൃഢഭക്തി പൃഥുവിൻ്റെ ഉള്ളിൽ വർദ്ധിക്കട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചിരുന്നു. ആ വരം കിട്ടിയതിന് ശേഷം പിന്നീട് പൃഥു മഹാരാജാവ് രാജ്യഭരണമൊക്കെ പതുക്കെ അതിൽ നിന്നൊക്കെ വിരക്തനായിട്ട് ഒരിക്കൽ ഗംഗാനദിയുടെ തീരത്ത് വന്ന് ഇരുപ്പുറപ്പിച്ച് അവിടെ ഒരു സത്രം ആരംഭിച്ചു. മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഒരു സത്രം ആരംഭിച്ചു. ഈ സത്രത്തിൽ പങ്കെടുക്കാൻ കുറേ മഹർഷിമാർ അവിടെ വന്നു. അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു സത്സംഗവും അവിടെ നടന്നു. പൃഥുവിൻ്റെ ജീവിതാനുഭവങ്ങൾ പൃഥുവും പറയുന്നു, മഹർഷിമാരുടെ അനുഭവങ്ങൾ അവരും പറഞ്ഞുകൊണ്ട് നല്ലൊരു സത്സംഗം, ധർമ്മോപദേശം അവിടെ സംഭവിച്ചു, അതവിടെ നടന്നു എന്ന്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് സനകാദി മഹർഷിമാരും പൃഥുവിനെ അനുഗ്രഹിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് എത്തുകയുണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 10. വിജ്ഞാനം സനകമുഖോദിതം ദധാന സ്വാത്മാനം സ്വയമകമോ വനാന്തസേവി തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗകം പ്രശമയ വാദഗേഹവാസീൻ.
വിജ്ഞാനം സനകമുഖോദിതം ദധാനഃ സ്വാത്മാനം സ്വയം അഗമഃ വനാന്തസേവി തത്താദൃക് പൃഥു വപുഃ ഈശാ സത്വരം മേ രോഗൗഖം പ്രശമയ വാതഗേഹ വാസിൻ. സനകമുഖോദിതം, സനകാദികളാൽ ഉപദേശിച്ച വിജ്ഞാനം ദധാന, ആ ജ്ഞാനം ഗ്രഹിച്ചുകൊണ്ട് വനാന്തസേവി, തപോവനവാസിയായി ജീവിച്ച ത്വം, ഭഗവാനെ അങ്ങ്, അതായത് പൃഥു മഹാരാജാവ്, സ്വയം തന്നെത്താൻ, സ്വാത്മാനം തൻ്റെ ആ സ്വസ്വരൂപത്തെ, അഗമഹ പ്രാപിച്ചു എന്ന് വെച്ചാൽ മുക്തനായി തീർന്നു എന്നർത്ഥം. ഹേ വാതഗേഹവാസിൻ, അല്ലയോ ഗുരുവായൂരപ്പനായ ഈശാ സർവേശ്വര, തത്താദൃക് അപ്രകാരമെല്ലാമുള്ള പൃഥുവപുഹു, പൃഥുവായി അവതരിച്ച് ധർമാനുഷ്ഠാനത്തിന് മാതൃക കാട്ടിയ ത്വം, അവിടുന്ന്, മേ എൻ്റെ രോഗൗഖം സകല രോഗത്തെയും സത്വരം വളരെ വേഗത്തിൽ പ്രശമയഃ മാറ്റിത്തരേണമേ എന്ന മേൽപ്പത്തൂരിന്റെ പ്രാർത്ഥന കൂടി ഇവിടെയുണ്ട്. അപ്പോ പൃഥു മഹാരാജാവ് ഗംഗാനദിയുടെ തീരത്ത് വന്നിരുന്ന് സത്രം നടത്തിയപ്പോൾ മറ്റു മഹർഷിമാരും അവിടെ എത്തി. അങ്ങനെ അവർ സത്സംഗം നടത്തി ധർമ്മോപദേശം ചെയ്തു. ആ സമയത്ത് പൃഥുവിനെ അനുഗ്രഹിക്കാനായിട്ട്, ജ്ഞാനം പകർന്നു കൊടുക്കാനായിട്ട് സനകാദികൾ അവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തു എന്ന്. അപ്പോ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ആ ആധ്യാത്മികമായ യാത്ര നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, യഥാർത്ഥ സമയം നമ്മുടെ മനസ്സ് സകല കൽമഷങ്ങൾ നീങ്ങി മനസ്സ് ശാന്തമാവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ ശരിയായ ജ്ഞാനത്തെ ഉപദേശിച്ചു തരാനുള്ള ഗുരുവിനെ ഭഗവാൻ തന്നെ ആ സമയത്ത് അവിടെ എത്തിക്കുമെന്നാണ്. ഗുരുവിനെ അന്വേഷിച്ചു പോകേണ്ട, സമയമാവുമ്പോൾ നമുക്ക് അതിനുള്ള യോഗ്യതയിലേക്ക് എത്തുമ്പോൾ, നമ്മുടെ മനസ്സിലെ കൽമഷങ്ങൾ നീങ്ങുമ്പോൾ, നമ്മുടെ ഹൃദയത്തെ, മനസ്സിലേക്ക് ജ്ഞാനത്തെ ഒഴുക്കാനായിട്ടുള്ള ഗുരുവിനെ, ശരിയായൊരു ഗുരുവിനെ ഭഗവാൻ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തരുമെന്നാണ്. അങ്ങനെ ഗംഗാനദിയുടെ തീരത്ത് വന്നിരുന്ന് ആ സത്രമൊക്കെ നടത്തി മനസ്സ് കൽമഷങ്ങൾ നേർന്ന ശുദ്ധമായ ആ പൃഥുവിന്റെ അടുത്തേക്ക് ഭഗവാൻ തന്നെ സനകാദികളെ അയക്കുകയാണ്. അങ്ങനെ സനകാദി മഹർഷിമാരിൽ നിന്നും ശരിയായ ജ്ഞാനത്തെ ഗ്രഹിച്ച പൃഥു മഹാരാജാവ് പിന്നീട് തപോവനവാസിയായി വനത്തിലേക്ക് പോയി. അങ്ങനെ അവിടെ താമസിച്ച് ആ ഭഗവാനെ തപസ് ചെയ്ത് ആ യഥാർത്ഥ സ്വരൂപത്തെ പ്രാപിച്ചു മുക്തനായി തീർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, ആ സാക്ഷാൽ ധർമാനുഷ്ഠാനത്തിന് മാതൃക കാട്ടിയ പൃഥു മഹാരാജാവായി അവതരിച്ച അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് എൻ്റെ സകല രോഗങ്ങളെയും മാറ്റിത്തരേണമേ എന്ന് മേൽപ്പത്തൂരിന്റെ ഒരു പ്രാർത്ഥനയോടുകൂടി 18ാമത്തെ ദശകം ഇവിടെ അവസാനിക്കുന്നു. പ്രണാമം.